ചോയ്സം അമ്മ നമ്മുടെ നാട്ടിലൊക്കെ ചീരയൊക്കെ തോരൻ വെക്കുന്നത് പോലെ ഒന്ന് തോരൻ വെക്കാവോ എന്ന് നോക്കുക. അതിനായിട്ട് അമ്മ പാൻ അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് കടുകിട്ട് കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിനു വേണ്ടി കുറച്ച് തേങ്ങയും ഉള്ളിയും മഞ്ഞളും കറിവേപ്പിലയും അമ്മ എടുത്തു വെച്ചിട്ടുണ്ട്, പച്ചമുളകും. ഇതെന്ത് ചെയ്യുമെന്നറിയാവോ? ഈ എണ്ണയ്ക്കകത്തോട്ട് അമ്മ ഇടും. ഇട്ടിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കും, ഒന്ന് വഴറ്റിയെടുക്കും ചെറുതായിട്ട്. അതിൻ്റെ കൂടെ ഒരു ശകല ഉപ്പൂട് ചേർക്കുവേ. എന്നിട്ട് അതൊന്ന് എണ്ണയ്ക്കകത്തിട്ട് ഇളക്കി അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേനും ഒന്ന് മൂത്തെന്ന് പറയാൻ പറ്റില്ല, ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും അമ്മ എന്ത് ചെയ്യും? ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചോയ്സ് ഇല്ലേ, അതിൻ്റെ തണ്ടിന് ഇച്ചിരി കട്ടി കൂടുതലാണ്. അപ്പോൾ അത് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതാദ്യം ഈ അരപ്പിനകത്തോട്ട് ഇടും. ഇട്ടിട്ട് അതൊന്ന് നല്ലതായിട്ട് ഇളക്കി ഒന്ന് തട്ടിപ്പൊത്തി അടച്ചു വയ്ക്കും. അടച്ചു വെക്കുമ്പോൾ അതിനകത്ത് ആവി കയറിയിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വേകും. സാധാരണ നമ്മൾ ഇലക്കറികളൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ അങ്ങ് കുഴഞ്ഞു പോകും, നമുക്ക് കഴിക്കാനൊരു ഇഷ്ടം തോന്നില്ല. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ വെക്കുമ്പോൾ ആ തണ്ടൊന്ന് വെന്തല്ലോ, ആ തണ്ട് വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല മാത്രമായിട്ടുണ്ട്, ആ ഇലയും കൂടെ അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇടും. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി അടച്ചു വെക്കും. ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് കൂട്ടി ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കാമെന്ന് പറയാമല്ലോ. അങ്ങനെ വെച്ച് കഴിയുമ്പം അതൊന്നുകൂടെ അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് വേകും. വെന്ത് കഴിയുമ്പോൾ നമ്മളത് ഇളക്കി നിരത്തിയിടണം. നിരത്തിയിട്ട് കഴിഞ്ഞിട്ട് ചോറിൻ്റെ കൂടെ കൂട്ടാൻ നല്ല അടിപൊളി ഒരു തോരൻ കറിയായി, നല്ല ടേസ്റ്റാണ്. അതോടൊപ്പം ടേസ്റ്റിനൊപ്പം എന്തുണ്ട് അതിന്?